വെൽക്കം ബാക്ക് ടു Xylem ലേണിംഗ് മക്കളെ. ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സയൻസിലെ ഒരു അടിപൊളി ചാപ്റ്റർ ആണ് ഇലക്ട്രിസിറ്റി സർക്യൂട്ട്സ് ആൻഡ് ദെയർ കമ്പോണൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ അല്ലേ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ ഏറ്റവും പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ചാപ്റ്റർ ആണ്. കാരണം വളരെ ബേസിക് ആയിട്ടുള്ള ഇലക്ട്രിസിറ്റിയുടെ കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. എങ്ങനെയാണ് സർക്യൂട്ട് വരക്കുക, എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെയാണ് ആ കമ്പോണൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ വരുന്നത് ഈ ഒരു ചാപ്റ്ററിലാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. തെറ്റായത് തെരഞ്ഞെടുക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിൾ ആണ് അല്ലെ, തെറ്റ് തെരഞ്ഞെടുക്കാൻ നമുക്ക് കഴിയില്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. A switch is the source of electric current in a circuit. ആണോ സ്വിച്ച് സോഴ്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്? ആണോ അല്ല അല്ലെ, സ്വിച്ച് അല്ല അതിന്റെ ആള്. സ്വിച്ച് എന്തിനു മാത്രം നമ്മൾ യൂസ് ചെയ്യുന്നത്? അത് സർക്യൂട്ട് ബ്രേക്ക് ചെയ്യാനും അല്ലെ, വേണ്ടപ്പോൾ ഓൺ ആക്കാനും വേണ്ടാത്തപ്പോൾ ഓഫ് ആക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്വിച്ചിനെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇതാണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അല്ലെ. അപ്പോൾ ചൂസ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഒന്നേ ഉള്ളൂ. സോ നമുക്ക് അത് കിട്ടിക്കഴിഞ്ഞു. നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് പോവാം. ഒബ്സർവ് ദ ഫിഗർ. ഈ ഒരു ഫിഗർ നമ്മൾ നോക്കിയിട്ട് എന്താ നമ്മളോട് പറയുന്നത് അറിയോ? വിത്ത് വിച്ച് ദ മെറ്റീരിയൽ കണക്റ്റഡ് ബിറ്റ്വീൻ ദ എൻഡ്സ് എ ആൻഡ് ബി ദ ലാമ്പ് വിൽ നോട്ട് ഗ്ലോ. നമ്മൾ ഏതൊക്കെ മെറ്റീരിയൽസ് കണക്ട് ചെയ്യുമ്പോഴാണ്, അതായത് എവിടെ കണക്ട് ചെയ്യുമ്പോഴാണ്, എക്കും ബിക്കും ഇടയിൽ ഏതെല്ലാം മെറ്റീരിയൽസ് കണക്ട് ചെയ്യുമ്പോഴാണ് ഇത് ഗ്ലോ ചെയ്യാതിരിക്കുക? അതാണ് വിൽ നോട്ട് ഗ്ലോ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഞാൻ ഏതെങ്കിലും അല്ല, ഇത്രയും ഭാഗം അവരുണ്ടാക്കിയിട്ടുള്ള ബാക്കി ഭാഗം വയറ് തികഞ്ഞില്ല തോന്നുന്നു അല്ലെ. അപ്പൊ ഈ ഭാഗം ഞാൻ എന്തുകൊണ്ട് പറ്റും? നമ്മൾ പഠിച്ചതാണ്. വി ഹാവ് ടു യൂസ് ഇൻസുലേറ്റേഴ്സ്. ആൻഡ് വാട്ട് ആർ ഇൻസുലേറ്റേഴ്സ്? ദ മെറ്റീരിയൽസ് വിച്ച് ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി കടത്തി വിടാത്ത ആൾക്കാർ വേണം നമ്മളിവിടെ ഉപയോഗിക്കാൻ. ഫോർ എക്സാമ്പിൾ പ്ലാസ്റ്റിക്, പേപ്പർ, ക്ലോത്ത്, വുഡ്, അങ്ങനെ ഒരുപാട് എക്സാമ്പിൾസ് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാൻ പറ്റും അല്ലെ. ഇവിടെ ഞാൻ അതിന്റെ ആൻസർ കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഗർ 3.17. ഓക്കെ, ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഇഫ് ദ ഫിലമെന്റ് ഓഫ് വൺ ഓഫ് ദ ലാമ്പ് ഇസ് ബ്രോക്കൺ. 2 ലാമ്പുകൾ നമ്മുടെ കയ്യിലുണ്ട്, 1, 2. ഇതിൽ ഒരാളുടെ ഫിലമെന്റ് ബ്രേക്ക് ആയാൽ അല്ലെ, ചോദിക്കുന്ന ചോദ്യം മറ്റേത് ഗ്ലോ ചെയ്യുമോ എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ മക്കൾ മനസ്സിലാക്കി വെക്കണം. ഇതിന്റെ ഫിലമെന്റ് ബ്രേക്ക് ആയി, അങ്ങനെയാണെങ്കിൽ ഇത് ഗ്ലോ ചെയ്യുമോ എന്നതാണ് നമ്മുടെ ചോദ്യം. നമുക്കറിയാം എവിടെ നിന്നാണ് കറണ്ട് വരുന്നത്? സെല്ലിൽ നിന്നാണ് വരുന്നത് അല്ലെ. സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഇവിടെ ഫിലമെന്റ് പൊട്ടിക്കിടക്കാണ്. അതുകൊണ്ട് ഇതിലൂടെ കറണ്ട് പാസ് ചെയ്യുമോ? ഇല്ല. ഇതിലൂടെ പാസ് ചെയ്ത് ഇവിടെ എത്തിയാലല്ലേ ഇത് ഗ്ലോ ചെയ്യുള്ളൂ. സോ ഇവിടെ വരെ ഇതിന് അല്ലെ, നോക്കൂ, ഇവിടെ വരെ ഇത് വരുന്നുള്ളൂ. ഇവിടെ ഫിലമെന്റ് പൊട്ടിക്കിടക്കാം, പിന്നെ എന്തെങ്കിലും കറണ്ട് ഒന്നും ചെയ്യാനില്ല. സോ ഇതിലേക്ക് എന്ത് വരില്ല? കറണ്ട് വരില്ല. സോ ദാറ്റ് ദിസ് ബൾബ് വിൽ നോട്ട് ഗ്ലോ. സെറ്റാണല്ലോ. സോ ദിസ് ഇസ് ദ ആൻസർ. വളരെ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കി മനസ്സിലാക്കാവുന്നതാണ്. നെക്സ്റ്റ് ചോദ്യം, ഡ്രോ electric diagram for a simple torch using, നോക്കൂ, സിമ്പിൾ ടോർച്ച് ആണ്, യൂസിങ് സിംബൽസ്. അപ്പൊ നമ്മൾ എന്തൊക്കെ അറിഞ്ഞിരിക്കണം? സിംബൽസ് എന്തെല്ലാമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. മക്കളെ, ഇവിടെ ഒരു ഈ ക്വസ്റ്റ്യനിൽ ഒരു ഹിന്റ് നമുക്ക് തന്നിട്ടുണ്ട്. സിമ്പിൾ ആണെന്ന് പറഞ്ഞേ. അപ്പൊ ഒരു സിമ്പിൾ ഇലക്ട്രിക് സർക്യൂട്ടിൽ എന്തെല്ലാമാണ് വേണ്ടത്? എന്തെല്ലാം വേണം? നമുക്ക് ഒരു ടോർച്ച് അല്ലെ, ടോർച്ച് എന്ന് ഉദ്ദേശിച്ചത് ഇവിടെ നമുക്കൊരു ബൾബായിട്ട് എടുക്കാം. ഓക്കെ, ബൾബിനെ നമ്മൾ ഈ ഒരു സിമ്പിൾ ഉപയോഗിച്ചിട്ടാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബൾബിനെ എനിക്ക് ഗ്ലോ ചെയ്യിപ്പിക്കണമെങ്കിൽ ബൾബിലേക്ക് കറണ്ട് വരണമല്ലോ. യെസ്, കറണ്ട് വരണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഞാനൊരു സെല്ലിനെ കൊടുക്കണം. സെല്ലിന് നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുക. സെല്ലെന്ന് പറയുമ്പോൾ ഒരു വലിയ ലൈനും ഉണ്ടാകും, ഒരു ചെറിയ ലൈനും ഉണ്ടാകും. ഈ വലിയ ലൈൻ പോസിറ്റീവും ചെറിയ ലൈൻ നെഗറ്റീവുമാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ ഈ ബൾബിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഒരു സ്വിച്ച് കൊടുക്കാം അല്ലെ. സ്വിച്ച് നമുക്ക് ഓൺ ആക്കിയിടണം. ദാറ്റ് ഈസ് ക്ലോസ്ഡ് എന്നാ പറയാ. സ്വിച്ച് ക്ലോസ്ഡ് ആണെങ്കിൽ ദാറ്റ് സർക്യൂട്ട് ഇസ് എന്താണ്? ഓൺ ആണെന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, നോക്കൂ, ദിസ് ഇസ് എ വെരി സിമ്പിൾ സർക്യൂട്ട് അല്ലെ. വെൻ ഇലക്ട്രിസിറ്റി ഫ്ലോസ്, ഇതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യുന്ന സമയത്ത് ദ ബൾബ് വിൽ ഗ്ലോ. ബൾബ് സൂപ്പർ ആയിട്ട് എന്ത് ചെയ്യും?
പ്രകാശിക്കും. അക്കാര്യം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തൊരു ചോദ്യമാണ്. ഇത് നിങ്ങൾ വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം കേട്ടോ. ചോദ്യം ഇതാണ്, നോക്കൂ. വിദ്യുത് ഹാസ് മെയ്ഡ് എ സർക്യൂട്ട് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഇതുപോലെ ഒരു സർക്യൂട്ട് ആരുണ്ടാക്കിയിട്ടുണ്ട്? വിദ്യുത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഈവൻ ആഫ്റ്റർ ക്ലോസിംഗ് ദ സർക്യൂട്ട് ദ ലാമ്പ് ഡസ് നോട്ട് ഗ്ലോ. വാട്ട് ഹാപ്പൻ? What can be the possible reasons? List as many possible reasons as you can for faulty operation. അല്ലേ? What will you do? Find out why the lamp did not glow. എടാ, ഇവിടെ വിദ്യുത് എന്ന് പറയുന്ന ഒരു കുട്ടി സിമ്പിൾ ആയിട്ട് ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിൽ നമ്മുടെ സെല്ലുണ്ട്, ഒരു ബൾബ് ഉണ്ട്, നമ്മുടെ സ്വിച്ചും ഉണ്ട് അല്ലേ. സ്വിച്ച് ക്ലോസ് ആക്കി എന്ന് വിചാരിച്ചോളൂ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിലൂടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്യണം. പക്ഷേ ഇവിടെ ഇലക്ട്രിസിറ്റി ഫ്ലോ ചെയ്തോ എന്ന് നമുക്കറിയില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ബൾബ് ഇവിടെ ഗ്ലോ ചെയ്യുന്നില്ല. ബൾബ് ഗ്ലോ ചെയ്യാതിരിക്കാൻ എന്തെല്ലാമായിരിക്കും റീസൺസ്? മേ ബി ബൾബ് പൊട്ടിപ്പോയി, എവിടെയെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടാകും. ചിലപ്പോൾ അല്ലേ, ചിലപ്പോൾ വയറിൽ എന്തെങ്കിലും, അതൊക്കെ പറയാൻ പറ്റില്ല അല്ലേ. സ്വിച്ച് ചിലപ്പോൾ പ്രോപ്പർ, അങ്ങനെയൊക്കെ കുറേ ഉണ്ടാകും അല്ലേ. ഒരുപാട് റീസൺസ് ഉണ്ട്. ആൻഡ് റൈറ്റ് ടു റീസൺസ്. നിങ്ങൾ എന്ത് ചെയ്യണം? ഈ വീഡിയോൻ്റെ താഴെ കമൻ്റ് ആയിട്ട് വേണം ആ റീസൺസ് എഴുതാൻ. സോ താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതിന് മുന്നേ ഒരു കാര്യം കൂടെ എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്, നിങ്ങൾക്ക് നമ്മൾ ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് അതുപോലെ ലൈവ് ക്ലാസ്സസ് ഒക്കെ ഉപകാരപ്രദമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫ്രണ്ടിനോടും കൂടെ പറയാ ഇങ്ങനെ ഒരു ചാനലിന്റെ കാര്യവും ലൈവിന്റെ കാര്യവും ഒക്കെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്പിക്കുമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവിടെ ഞങ്ങളുടെ വീഡിയോസിന്റെ താഴെ, അതായത് സബ്ജക്റ്റിന്റെ താഴെ വന്ന് കമന്റ് ചെയ്യാവുന്നതാണ്. അത് വീഡിയോ ആയിട്ട് ഞങ്ങൾ അപ്ലോഡ് ചെയ്ത് തരും. സോ താങ്ക് യു സോ മച്ച് ആൻഡ് ഓൾ ദി ബെസ്റ്റ്.